മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പേര് പോലെ തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ലാംഗ്വേജിന്റെയും ലിറ്ററേച്ചറും ഒക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും രണ്ടിലും മുഴുവനായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ കാലത്ത് സംഭാവനകൾ, ഏതൊക്കെ എഴുത്തുകാരാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെസണിൽ നോക്കാൻ പോകുന്നത്. സോ സിമ്പിളാ ഈ ലെസൺ നിങ്ങളുടെ ഈ ബ്രിട്ടീഷ് ഹിസ്റ്ററി ബുക്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. ഓക്കെ, അതായത് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഫ്ലോയിന് അങ്ങോട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അതായത് ഇന്ന ടോപ്പിക് എന്നില്ല, മുഴുവനായിട്ടും ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും മിഡിൽ ഏജസ് ആ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഒന്നും വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് കഥ പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു പോകാം. ഓക്കെ, അത്രയും എളുപ്പമാണിത്. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഈ ഒരു കാലഘട്ടം, അതായത് 450 AD കാലഘട്ടത്താണ് ആക്ച്വലി ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജും അതേപോലെ തന്നെ ലിറ്ററേച്ചറും കുറെ കൂടി ഒന്ന് ഉത്ഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് രണ്ടാക്കിയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഓൾഡ് ഇംഗ്ലീഷ്. ഓക്കെ, എന്താണ് ഓൾഡ് ഇംഗ്ലീഷ്? പിന്നെ മറ്റൊന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഓൾഡ് ഇംഗ്ലീഷ് എടുത്ത് നോക്കുമ്പോൾ ആക്ച്വലി നമ്മൾ വിചാരിക്കും ഇന്ന് നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് ഓൾഡ് ഇംഗ്ലീഷ് ഒക്കെ സെയിം ആണ്. ഒരിക്കലുമല്ല. ഓക്കെ, സോ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കെൽട്ടിക് ലാംഗ്വേജും പിന്നെ ഒരു ലാറ്റിൻ ലാംഗ്വേജും അങ്ങനെ എന്തൊക്കെയോ കൂടിയുള്ള ഒരു മിക്സിംഗ് ആണ്. നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന നമുക്ക് ഒരിക്കലും തന്നെ ഓൾഡ് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്കത് വായിക്കാൻ കൂടി സാധിക്കില്ല. മനസ്സിലായല്ലോ, ഒരുപാട് വ്യത്യാസമുണ്ട്. സോ നമുക്ക് നോക്കാം. അവിടെ നിന്നാണ് ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി ആണ് ആക്ച്വലി നമ്മുടെ കണക്കിൽ കൂട്ടുന്നത്. കാലഘട്ടം, ഇന്ന കാലഘട്ടത്തെ ഇന്ന ലിറ്ററേച്ചർ ലാംഗ്വേജിന് പ്രൊമിനന്റ് ആയി നമ്മൾ അങ്ങനെ കണക്കിൽ കൂട്ടി പോകുന്നത് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, സോ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ആദ്യം തന്നെ, അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമ്മുടെ ലിറ്ററേച്ചറിന്റെയും ലാംഗ്വേജിന്റെയും ആരംഭം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, 3183 വരികളുള്ള ബിയോവൂൾഫ് എന്ന് പറഞ്ഞ ഒരു പോയം നമുക്ക് എന്താണ് ഓൾഡ് ഇംഗ്ലീഷിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലെ. സോ അതൊന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാകില്ല എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന, ഓക്കെ, അതായത് ഈ ബിയോവൂൾഫിന്റെ ആ പോയത്തിന്റെ സ്റ്റോറി ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത, നല്ല അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്ത. സോ കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. സോ നമുക്ക് നോക്കാം. 3183 വരികൾ വരുന്ന ബിയോവൂൾഫ് എന്ന് പറഞ്ഞ പോയം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓൾഡ് ഇംഗ്ലീഷിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കറിയാം അതൊക്കെ എന്താണ്, അഡ്വെഞ്ചറസ് ആണ്, ഒരു ഹീറോയിക് കൗപ്ലേറ്റ് തരുന്ന അത്തരത്തിലുള്ള ഒരു തീമാണ് അതിൽ വരുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറച്ച് പോയറ്റ്സ് ആണ് സിയാഡ്മം ആൻഡ് സൈൻവുൾഫ്. ഈ രണ്ട് പേരും ഞാൻ രണ്ട് പേരുകളും ഞാൻ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആരാണ് സിയാഡ്മം ആൻഡ് സൈൻവുൾഫ്? ഇവരാണ് കൂടുതലും ആ ഒരു കാലഘട്ടം നിലനിന്നിരുന്ന പോയറ്റ്സ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാടധികം റിലീജിയസ് മൈൻഡ് ആയിരുന്നു. ഓക്കെ, അതായത് ദൈവം ആ ഒരു മൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിലും നമുക്ക് അതിന്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഓൾഡ് ആംഗ്ലോ സാക്സൺസ് എന്ന് പറഞ്ഞ ആരാണ്? അവര് പേഗൻസ് ആണ് അല്ലെ. അതായത് അവര് കാണുന്ന ഇല, മുള്ള്, അതുപോലെ തന്നെ പുഴ, സൂര്യൻ, തീയ്, വെള്ളം, ഇതിനൊക്കെ തന്നെ അവർ ദൈവമായി കണ്ട് ആരാധിച്ചു വരുന്ന ആൾക്കാരാണ്. അവർ പേഗൻസ് ആണ്. സോ അവർക്ക് അതിനോടുള്ള ആ ഒരു റിലീജിയസ് മൈൻഡും അവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവരുടെ ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കും. പിന്നീടാണല്ലോ അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയത് അല്ലെ. റോമൻസ് ഇൻവേഡ് ചെയ്ത്
അവരെ സിവിലൈസ്ഡ് ആക്കിയില്ലേ, അങ്ങനെയൊക്കെ കുറെ സംഗതികളുണ്ട്. നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. സോ അങ്ങനെ അവരുടെ റിലീജിയസ് മൈൻഡ് നമുക്ക് അവരുടെ ലിറ്ററേച്ചറിലും കാണാൻ സാധിച്ചിരുന്നു. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് അല്ലെ, ഈ പേര് ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ്, ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സുകളൊക്കെ നമുക്ക് ഓൾഡ് ഇംഗ്ലീഷിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട്, ഇപ്പൊ ബിയോവുൾഫ് പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സുകളൊക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് രണ്ടാമതായിട്ട് വരുന്നതാണ്, രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ ഓൾഡ് ഇംഗ്ലീഷ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. രണ്ടാമത്തെ മാറ്റം ലിറ്ററേച്ചർ ലാംഗ്വേജിൽ വരുന്ന രണ്ടാമത്തെ മാറ്റം നോർമൻ കോൺക്വസ്റ്റോട് കൂടിയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതായത് അതുവരെയും ഇംഗ്ലീഷ് തന്നെ പഠിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാര് നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഫ്രഞ്ച് ഭാഷ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. അതായത് നിങ്ങൾക്ക് അറിയാം, വില്യം ദി കോൺക്വറർ ആണല്ലോ അല്ലെ, നോർമാൻഡിയിലെ ഡ്യൂക്ക് ആണ് അദ്ദേഹം. നമുക്ക് അതൊക്കെ അറിയാം. എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഫ്രഞ്ചുകാരനായതുകൊണ്ട് തന്നെ ഓഫീസ് വർക്കുകളും അതേപോലെ തന്നെ കുറച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ സംസാരിക്കുന്ന ഒരു ഭാഷ എന്തായി മാറി? ഇംഗ്ലീഷ് അല്ല, പകരം ഫ്രഞ്ച് ആയി മാറി. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മുടെ ഇംഗ്ലണ്ടില് ഫ്രഞ്ചിന്റെ ഒരു കലർപ്പ് കൂടി നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. എന്നാൽ ശ്രദ്ധിക്കണം, സാധാരണക്കാരായിട്ടുള്ള സർഫുകളും പെസൻസും അതേപോലെ സാധാരണ കോമൺ മാനൊക്കെ ഏത് ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഇംഗ്ലീഷ് ആയിരുന്നു. കാരണം അവർക്ക് ഫ്രഞ്ച് പഠിക്കാനുള്ള ഒരു അവസരമോ അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായല്ലോ? എന്നാൽ ഈ നോർമൻ കോൺക്വസ്റ്റോട് കൂടി വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം ഒരുപാട് പേര് എന്തായി, ഈ ഒരു ഭാഷ പഠിച്ചെടുക്കൽ എന്തായി മാറി? നിർബന്ധമായി മാറി. മാത്രമല്ല സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷും അതേപോലെ തന്നെ കുറച്ച് വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഓഫീസേഴ്സ് ഒക്കെ സംസാരിക്കുന്ന ഭാഷ ഫ്രഞ്ചുമായിട്ട് മാറിയിരുന്നു. മനസ്സിലായല്ലോ? അതായത് ഇവർക്ക്, അതായത് ഈ നോർമൽ പീപ്പിൾസിന് അവരുടെ കുറച്ച് മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടി ഇവർക്ക് എന്ത് ചെയ്തിരുന്നില്ല, സാധിച്ചിരുന്നില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ കോമൺ പീപ്പിൾ ഫ്രഞ്ച് പഠിക്കാൻ നിർബന്ധിതരാകുകയാണ് ഇവിടെ ചെയ്തത്. മനസ്സിലായല്ലോ? ഇത്തരത്തിലാണ് രണ്ടാമത്തെ കാലഘട്ടം നമ്മൾ കണക്കൂട്ടുന്നത്. ഓക്കെ, എന്നാൽ ഈ ഫ്രഞ്ചിന്റെ അല്ലെങ്കിൽ ഈ ഫ്രഞ്ച് ഭാഷയുടെ ഒരു അംശം നമുക്ക് ഭാഷയിലൂടെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഭാഷയുടെ പ്രശ്നമാണല്ലോ, നമുക്ക് ഇതിന്റെ ലിറ്ററേച്ചറിൽ കൂടി കാണാൻ സാധിക്കുമായിരുന്നു. അതായത് അതുവരെ ഓൾഡ് ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയായിരുന്നു, അഡ്വെഞ്ചറസും അല്ലെ അത്തരത്തിലുള്ള ടോപ്പിക്കിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന അവർ പെട്ടെന്ന് തന്നെ ഇവർ എന്ത് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി? റൊമാൻറ്റിസം അല്ലെ, റൊമാൻറ്റിസം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായല്ലോ? ഇതാണ് രണ്ടാമത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലിറ്ററേച്ചറിലും ലാംഗ്വേജിലും വന്ന രണ്ടാമത്തെ കാലഘട്ടത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇംഗ്ലണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞു റൊമാൻറ്റിസം അവരുടെ എഴുത്തുകളിൽ കാണാൻ പറ്റുമായിരുന്നു. എന്താണ് ഇവിടെ റൊമാൻറ്റിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നേച്ചർ ലവ്, അതായത് പുഴയെ സ്നേഹിക്കുന്നു, കാടിനെ സ്നേഹിക്കുന്നു, ഫോറസ്റ്റ് അല്ലെ, ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ലിറ്ററേച്ചറിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അതായത് അവർ എഴുതാൻ തുടങ്ങി. ഓക്കെ, അതുവരെ അഡ്വെഞ്ചറസും അങ്ങനെ ഇങ്ങനെ, ഇപ്പൊ ഇവർ എന്തായാലും തുടങ്ങി കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് ഓരോ പോയിന്റുകളും റൊമാൻറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളെ നോക്കി കാണുകയും അതൊക്കെ അവരുടെ വർക്കുകളിൽ ഇൻക്ലൂഡ് ചെയ്യാനും തുടങ്ങി. മനസ്സിലായല്ലോ? സോ ഇത് വലിയൊരു മാറ്റമാണ് നമ്മൾ ഈ പറഞ്ഞത്. അത്രയും മാത്രമല്ല, ഫിക്ഷൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസും അല്ലെങ്കിൽ ഫിക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടേമും എല്ലാം തന്നെ ഏതിൽ വന്നിരുന്നു? ഇവരുടെ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈ റൊമാൻറ്റിക് മാറ്റർ നമുക്ക് മൂന്നായിട്ടാണ് ഇവിടെ തരംതിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചു കേൾക്കുക. മൂന്നായിട്ട്, അതായത് ഒന്ന് മാറ്റർ ഓഫ് ഫ്രാൻസ്, പിന്നെ മറ്റൊന്ന് മാറ്റർ ഓഫ് റോം, അങ്ങനെ മൂന്നാമതാണ് മാറ്റർ ഓഫ് ബ്രിട്ടൻ. ഇങ്ങനെ മൂന്ന് മാറ്റേഴ്സ് ആയിട്ടാണ് ഈ റൊമാൻറ്റിസം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവര് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ മാറ്റർ ഓഫ് ഫ്രാൻസ് നോക്കാം. ഈ മാറ്റർ ഓഫ് ഫ്രാൻസില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാൾമാഗ്നിന്റെ കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് ആണ് നമുക്ക് ഏതിൽ കാണാൻ സാധിക്കുന്നത്? മാറ്റർ ഓഫ് ഫ്രാൻസിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം മാറ്റർ ഓഫ് റോമില്. അതായത് മാറ്റർ ഓഫ് റോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഷ്യൻ ഗ്രീസ് സിവിലൈസേഷൻ, പണ്ടത്തെ ഗ്രീസ് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച്
കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ കുറച്ച് സ്റ്റോറീസും ഇതൊക്കെയാണ് നമുക്ക് മാറ്റർ ഓഫ് റോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം മാറ്റർ ഓഫ് ബ്രിട്ടൻ. മാറ്റർ ഓഫ് ബ്രിട്ടനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോൺമൗത്തിലെ ജെഫ്രി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഹിസ്റ്റോറിയ റെഗം ബ്രിട്ടാനിയ എന്ന് പറഞ്ഞ ആ ഒരു വർക്ക്സും അതിലെ സ്റ്റോറീസ് ഒക്കെയാണ് നമുക്ക് മാറ്റർ ഓഫ് ബ്രിട്ടനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? നോക്കാം. ആക്ച്വലി മാറ്റർ ഓഫ് റോമും അതേപോലെ തന്നെ മാറ്റർ ഓഫ് ബ്രിട്ടനും കൂടുതലും അഡ്വഞ്ചറസും അതേപോലെ തന്നെ സെന്റിമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ത് ചെയ്ത് വന്നത്, ഡീൽ ചെയ്ത് വന്നത്. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം ദി ഏർലിയസ്റ്റ് ഏർലിയസ്റ്റ് സർവൈവിംഗ് പോയംസ് ഏതാണ് നോക്കും. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? സർവൈവിംഗ് പോയംസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഫ്രഞ്ച് എന്നുള്ള ഈ ഭാഷയ്ക്ക് വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്നല്ലോ കുറച്ച് പോയംസ്. ഈ ഒരു റൊമാൻറ്റിസിസം കയറി വന്നതോടുകൂടി ഈ ബാക്കിയുള്ള പോയംസിന്റെ അതായത് മുൻപുള്ള പോയംസിന്റെ ഡിമാൻഡ് ഒക്കെ എന്തായി പോയി, കുറെയൊക്കെ നശിച്ചു പോയി. എന്നാൽ നശിക്കാതെ സർവൈവ് ചെയ്ത കുറച്ച് പോയംസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്ന കുറച്ച് പോയംസിന്റെ ആ പോയംസിലെ എക്സാമ്പിൾ ആണ് നമുക്ക് നോക്കാം. അതായത് 1200 വർഷങ്ങൾക്ക് മുൻപ് ഓർം എന്ന് പറഞ്ഞ ഒരു മോൻക്ക്, ഓർം എന്ന പേരുള്ള ഒരു മോൻക്ക് എഴുതിയ ഒർമുളം എന്ന് പറഞ്ഞ ഒരു പോയം സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒർമുളം എന്ന് പറഞ്ഞ ഒരു പോയമാണ് നമുക്ക് അന്നത്തെ പോയം 1200 വർഷങ്ങൾക്ക് മുൻപുള്ള ഈ പോയം നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അഥവാ ഇതിലൊന്നും ഈ റൊമാൻറ്റിസിസത്തിലൊന്നും പെടാതെ കവിഞ്ഞു വന്ന ഒരു പോയമാണ് ഇത്. സോ മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി റൊമാൻറ്റിസിസത്തിനോട് കൂടി നമുക്ക് അനുബന്ധിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാം 13ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലായിട്ട് എഴുതിയ ഒരു പോയമാണ് ദി ഔൾ ആൻഡ് ദി നൈറ്റിംഗേൽ. ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു വർക്ക് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഔൾ ആൻഡ് ദി നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ പോയം ആരാ എഴുതിയത്? എഴുതിയെന്ന് അറിയില്ല കേട്ടോ, അത് അനോണിമസ് ആണ്. നമുക്ക് അറിയില്ല അതിന്റെ ഓതർ ആരാണ്. ഇനി നമുക്ക് നോക്കാം ലിറിക്സിന്റെ കാര്യം നോക്കാം. ലിറിക്സ് ആക്ച്വലി 12ാം നൂറ്റാണ്ട് 12ാം നൂറ്റാണ്ടിന് മുൻപ് വരെയുള്ള ലിറിക്സ് എന്തായിരുന്നു? അവർ ആ ലിറിക്സുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, സർവൈവ് ചെയ്ത് വന്നിട്ടില്ല. മനസ്സിലായോ? ആ ഒരു ബൾക്ക് ഉണ്ട്, ലിറിക്സ് ഒരു ബൾക്ക് ഉണ്ട്. ആ ബൾക്കായ ലിറിക്സ് മൊത്തം മുഴുവനും എന്തിനെ കുറിച്ചുള്ളതാണ്? ഇറ്റ് ഈസ് ഹൈലി റിലീജിയൻ. ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതേ പറഞ്ഞ പോലെ തന്നെ 12ാം നൂറ്റാണ്ടിൽ മുൻപുള്ള ലിറിക്സ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സർവൈവ് ചെയ്ത് വന്നിട്ടില്ല. അതൊക്കെ എന്തായിപ്പോയി, അപ്പൊ തന്നെ എന്തായി, ഔട്ട് ആയിപ്പോയി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇത് നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ അതായത് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡിന്റെ അവസാന ഭാഗത്താണ് എന്ത് ഫ്ലറിഷ് ചെയ്ത് വരുന്നത്? ബലാഡ്സ്. അല്ലെ? ബലാഡ്സ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതിൽ വരുന്നതാ? ഓറൽ ലിറ്ററേച്ചറിൽ വരുന്നതാണ് അല്ലെ, വാമൊഴിയായിട്ട് വരുന്നതാ അല്ലെ. ഈ ബലാഡ്സ് ഒക്കെ ഫ്ലറിഷ് ചെയ്തത് എപ്പോഴും മിഡിൽ ഇംഗ്ലീഷിന്റെ അവസാനത്തെ കാലഘട്ടത്തായിരുന്നു. മനസ്സിലായല്ലോ? ആക്ച്വലി ബാക്കിയുള്ള പോയട്രിക് ഫോംസിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായി നിൽക്കുന്ന ഈ ബലാഡ്സ് ആണ് ആക്ച്വലി ഈ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിന്റെ ഒരു നാഴികക്കല്ല് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കിനി നോക്കാം. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് ജെഫറി ചോസർ. ആരാണ് ഈ ജെഫറി ചോസർ? ഞാൻ ഒരുപാട് തവണ ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സുകളിൽ തന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ജെഫറി ചോസർ ആരാണ്? ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. സോ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ഈ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് വർക്ക്സുകൾ നമുക്ക് കാണാൻ സാധിച്ചതും ഇദ്ദേഹം വർക്ക്സുകൾ ചെയ്തതെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്താണ്. മനസ്സിലായല്ലോ? നമുക്ക് ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് നമുക്ക് നോക്കാം. ആദ്യം ഇദ്ദേഹം ജനിച്ചത് ലണ്ടനിലാണ്. ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് ലണ്ടനിലാണ്. മാത്രമല്ല 1366 കാലഘട്ടത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം മാരി ചെയ്തത് ഫിലിപ്പ റോയിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുമായിട്ടാണ് ഇദ്ദേഹം മാരി ചെയ്ത. ആ സ്ത്രീയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മരണ ദിവസം എന്ന് ഒഫീഷ്യലി
ഡേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒക്ടോബർ 25, 1400 കാലഘട്ടമാണ് കേട്ടോ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യലി ആയിട്ടുള്ള മരണ തീയതി എന്താണ്? ഒക്ടോബർ 25, 1400 കാലഘട്ടമാണ്. ഓക്കെ, സോ ഇദ്ദേഹമാണ് നമ്മുടെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. വെറുതെ അങ്ങോട്ട് ഇദ്ദേഹത്തിന് ഈ ഒരു പട്ടം നമ്മൾ കൊടുക്കത്തില്ലല്ലോ അല്ലെ. അതായത് അത്രയും നല്ല വേർബ്സുകളാണ് ഇദ്ദേഹം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ജെഫ്രി ചോസർ ഇദ്ദേഹം ഫ്രഞ്ച് ലിറ്ററേച്ചറുമായിട്ട്, അതായത് നോർമൻ കോൺക്വസ്റ്റ് വന്നതിന് ശേഷമാണല്ലോ ഈ ഫ്രഞ്ച് ലിറ്ററേച്ചർ ആൾക്കാർ ഒരുപാട് അറിയാൻ തുടങ്ങി. പക്ഷെ അതിനൊക്കെ മുൻപ് തന്നെ ജെഫ്രി ചോസറിന് ഈ ഫ്രഞ്ച് ലിറ്ററേച്ചറോട് ഒരുപാട് അങ്ങോട്ട് എന്തുണ്ടായിരുന്നു? താല്പര്യം ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സുകൾ നമുക്ക് നോക്കാം. ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നത് ട്രോയിലസ് ആൻഡ് ക്രൈസൈഡ് എന്ന് പറഞ്ഞ ഒരു വർക്കാണ്. മനസ്സിലായല്ലോ? ഈ വർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. 8239 വരികളാണുള്ളത്. ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് 7 ലൈൻ സ്റ്റാൻസ, ആ ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പോയം എഴുതിയിരിക്കുന്നത്. പിന്നീട് ഈ 7 ലൈൻ സ്റ്റാൻസേനെ നമ്മൾ എന്തായി വിളിക്കുന്നത്? അതായത് റൈം റോയൽ എന്ന് വിളിക്കും. ഓക്കെ, എന്താണ്? പിന്നീടാണ് ഈ 7 ലൈൻ സ്റ്റാൻസ് നമ്മൾ റൈം റോയൽ എന്ന പേരിൽ ഇപ്പോ ഇത് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിന്റെ അവസാന ഭാഗമായപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് വർക്ക് എന്ന് പറയാൻ പറ്റുന്ന എന്താ? കാന്റംബറി ടെയിൽസ് ഇദ്ദേഹം എന്ത് ചെയ്തത്? രചിച്ചത്. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം, അല്ലെങ്കിൽ ഇന്നും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു വർക്ക് നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കില്ല. അത്രയും മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു വർക്കാണ് അദ്ദേഹം ഈ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്താണ് ഈ കാന്റംബറി ടെയിൽസ് അദ്ദേഹം എന്ത് ചെയ്തത്? രചിച്ചത്. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ ഒരു കാലഘട്ടം കണ്ടത്, അതായത് വിറ്റ്നസ് ചെയ്ത മറ്റൊരു പ്രത്യേകതയാണ് ഡ്രാമ, പോപ്പുലറൈസേഷൻ ഓഫ് ഡ്രാമ. അല്ലെ, ഡ്രാമ അത്രയും പോപ്പുലറായി നിന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. ഓക്കെ, സോ ഈ ഡ്രാമ എന്നെ ആ കാലഘട്ടത്തിൽ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മിറാക്കിൾ പ്ലേ, മറ്റൊന്ന് മൊറാലിറ്റി പ്ലേ. ഓക്കെ, ഈ മൊറാലിറ്റി പ്ലേ ഇത് രണ്ടും ഡ്രാമന്റെ ഫോംസ് ആണ്, ഡ്രാമാറ്റിക് ഫോംസ് ആണ്. സോ ഈ മൊറാലിറ്റി പ്ലേയിൽ എങ്ങനത്തെ ടോപ്പിക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അതായത് ജീവിതത്തിൽ ആവശ്യമുള്ള കുറച്ച് മോറൽ ലെസൺസ്, കുറച്ച് മോറൽ ലെസൺസ് ഡെപിക്റ്റ് ചെയ്ത് കാണിക്കുന്ന എ ഫോം ഓഫ് ഡ്രാമയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊറാലിറ്റി പ്ലേ. എന്നാൽ ഈ മിറാക്കിൾ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നുമില്ല, ബൈബിളിലെ സ്റ്റോറീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? മിറാക്കിൾ പ്ലേ ആയിട്ട് കണക്കൂട്ടുന്നത്. ഓക്കെ, ബൈബിളിലെ ഓരോ കഥകളും ഇങ്ങനെ ഡ്രാമ രൂപത്തിൽ കാണിക്കുന്നതാണ് മിറാക്കിൾ പ്ലേ. ഈ മിറാക്കിൾ പ്ലേയിൽ അഭിനയിക്കുന്ന ആൾക്കാർ ആരായിരിക്കും? ഒരിക്കലും കോമൺ പീപ്പിൾസ് ഒന്നല്ല. ഒന്നല്ലെങ്കിൽ ഈ ചർച്ചിലെ, അതായത് ഇപ്പൊ ബിഷപ്സുകളോ അല്ലെങ്കിൽ ചർച്ച് റിലേറ്റഡ് ആയി കിടക്കുന്ന പുരോഹിതന്മാരോ സെയിന്റുകളോ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ മിറാക്കിൾ പ്ലേന്റെ കഥാപാത്രങ്ങളായിട്ട് അവരായിരിക്കും ഇത് അവതരിപ്പിക്കുക. ആക്ച്വലി ഈ മിറാക്കിൾ പ്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മിറാക്കിൾ പ്ലേ ആദ്യ കാലഘട്ടത്തൊക്കെ ചർച്ചിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ചർച്ചിന്റെ ഉള്ളിൽ ചെറിയ കോമ്പൗണ്ടിലായിരുന്നു. പിന്നീട് അത് ചർച്ചിന്റെ മുറ്റത്തോട്ടായിരുന്നു, ചർച്ചിന് മുൻപുള്ള മുറ്റത്തോട്ടായി ഈ കളി. പിന്നീടാണ് എന്തത് ഭയങ്കര ഫേമസ് ആയി പോപ്പുലർ ആയി വന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്, ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെയും ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെയും വളർച്ച എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലിറ്ററേച്ചറിൽ അല്ലെ, ഒരുപാട് തരത്തിൽ അല്ലെങ്കിൽ ഒരുപാട് താഴ്ന്നും പൊങ്ങിയും അല്ലെ, ഒരുപാട് ലെവലുകൾ കടന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇംഗ്ലീഷ് ഭാഷ നമുക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ലെസൺ അല്ലേ, കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ. സോ ഇത്രയേ ഉള്ളൂ, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഇന്ന് ഞാൻ പഠിപ്പിച്ച എല്ലാ ഈ ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. SLM ഒന്നെടുത്ത് വായിച്ചു നോക്കുക. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ്